ശരിക്കും പറഞ്ഞാൽ പുതിയ ഗവൺമെൻറ് ഓരോ ദിവസവും കയ്യടി വാങ്ങുന്ന പുതിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ തുഫാൻ എത്ര ആഴത്തിലാണ് ആ പരിപാടി പോകുന്നത്, എത്ര പരപ്പിലേക്കാണ് പോകുന്നത്. ഹിമാലയത്തോളം പൊക്കത്തിലും കടലോളം ആഴത്തിലും കിടക്കുന്ന ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള വേട്ട വളരെ മനോഹരമായിട്ട് സംസ്ഥാനം നടത്തും. ഇപ്പോഴിതാ അടുത്ത പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീ P. വിജയൻ ചാർജ് എടുത്തതേ ഉള്ളൂ ഇന്നലെ. ഇന്ന് പുതിയ വാർത്ത DGPയുടെ അവിടെ നിന്ന് കിട്ടുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇടപെട്ടിട്ടാണോ, ശ്രീ P. വിജയൻ ഇടപെട്ടിട്ടാണോ, അതോ DGP അല്ലാതെയാണോ? എന്തായാലും തൊപ്പി ഗ്യാങ്ങുകളെ പൊക്കാൻ പോവുകയാണ്. സൈബർ സുരക്ഷയുടെ ഭാഗമായി തൊപ്പി ഗ്യാങ്ങുകളെ പൊക്കാൻ വളരെ വലിയ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. സൈബർ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ തൊപ്പി ഗ്യാങ്ങിനെ പിടിക്കാൻ തീരുമാനിച്ചു. കൃത്യമായി തൊപ്പി ഗ്യാങ്ങുകളെ കാരണം കുട്ടികളെ തെറിയുടെയും നഗ്നതയുടെയും ബ്ലൂ ഫിലിമിൻ്റെയും അതുപോലെ തന്നെ ലൈംഗിക ചിത്രങ്ങളുടെയും പോൺ വീഡിയോകളുടെയും ഒക്കെ അത് പ്രായപൂർത്തിയായതിനു ശേഷം കാണുന്നതല്ല, അതിനു മുമ്പേ തന്നെ കുട്ടികളെ ഇതിലേക്കൊക്കെ വലിച്ചിഴയ്ക്കുന്ന തെറി, പച്ച തെറി പറയുന്ന, കാശ് കിട്ടാൻ വേണ്ടി റിയൽ റീച്ച് ആവാൻ വേണ്ടി പച്ച തെറി പറയുന്ന, പിന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ പോലീസ്, പോക്സോ കേസുകളും നാർക്കോട്ടിക് കേസുകളും MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ തുടങ്ങി ഒരുപാട് സൈബർ കുറ്റങ്ങൾ ആരോപിച്ചിട്ടാണ് തൊപ്പിയെ പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇതിനകത്തൊക്കെ ചെന്ന് വീഴുകയാണ്. ഒന്നാമത് താങ്കൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. മുട്ടായുടെ രൂപത്തിൽ കിട്ടുന്ന ലഹരി വസ്തുക്കൾ, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വിവിധ സാമ്പിളുകൾ, ഇതൊക്കെ കിട്ടി ഇതെല്ലാം കഴിച്ച് കുട്ടികൾ വല്ലാതെ വലിയ പ്രതിസന്ധിയിലാക്കാണ് പോകുന്നത്. ഇത് സൈബർ ഇടത്ത് നടക്കുന്ന തോന്നിയവാസമാണ്. എന്തും ആരെയും പറയാം, എന്ത് തോന്നിയവാസവും കാണിക്കാം, അല്പവസ്ത്രമായി ധരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടാം. അതുകൊണ്ട് ലൈംഗിക ചോദന, ഒരു വികൃതമായ ലൈംഗിക ചോദനയൊക്കെ കുട്ടികളിൽ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഈ തൊപ്പി ഡബിൾ ടീം ഗ്യാങ്ങുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് എന്നുള്ളത് വളരെ പരമമായ സത്യമാണ്. അതിനെതിരെ സൈബർ പോലീസിൻ്റെ പരിധിയിലാണ് ഈ കേസ് വരുന്നതെന്നൊക്കെ നോക്കി വളരെ കൃത്യമായി തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുകയാണ് പോലീസ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതുപോലെ തന്നെ മറ്റ് തൊപ്പിയുടെ സംഘവും തമ്മിലുള്ള പോര് നടക്കുന്നു. ആ പോരിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ സംഘർഷമുണ്ടാകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ആ സംഘർഷത്തിൽ ഈ പറഞ്ഞ സൈബർ കുറ്റവാളികളെയും പിടിക്കേണ്ടതുണ്ട്. സൈബർ ഇടം എന്ന് പറയുന്നത് തെമ്മാടിത്തരത്തിനും തോന്നിയവാസത്തിനും നഗ്നതയ്ക്കും അശ്ലീലതയ്ക്കുമുള്ള ഒരു പ്രദേശമല്ല. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഓപ്പറേഷൻ സൈബർ പരിപാടിയും വരേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഒരു സമൂഹത്തെ ഏതെല്ലാം തരത്തിലാണ് അധപ്പതിപ്പിച്ചത്. ഗഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും അഴിമതിയുടെയും കുത്തഴിഞ്ഞൊരു കേരളത്തെയാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ സൃഷ്ടിച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ നവകേരളം എന്ന ബോർഡും വെച്ചു. നവകേരളം ബോർഡും വെച്ചിട്ട് അകത്ത് ശുദ്ധമായ തോന്നിയവാസവും തെമ്മാടിത്തരവും കാണിച്ചുകൊണ്ടിരുന്ന 10 വർഷത്തെ ഭരണത്തെ ജനങ്ങളെടുത്ത് അറബിക്കടലിലെറിഞ്ഞു. ഇപ്പോഴിതാ പുതിയ രൂപത്തിൽ വന്നിരിക്കുന്നു. ഓപ്പറേഷൻ സൈബർ എന്ന് പറയുന്ന സൈബർ ഇടത്തെ സുരക്ഷയെക്കുറിച്ചും കൃത്യമായ അന്വേഷണത്തിന് സർക്കാർ മുതിരുന്നു. എന്തായാലും വലിയ നല്ല ടീമാണ്. രമേശ് ചെന്നിത്തല, ADGP വിജയൻ, അതുപോലെ തന്നെ DGP, ഇവരെല്ലാം വളരെ സത്യസന്ധരായിട്ടുള്ള, വളരെ കൃത്യമായി സമൂഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇത് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് ADGP വിജയനാണ് SPCയുടെ ഒരു അമരക്കാരനായി വന്നത്, അല്ലെങ്കിൽ SPCയുടെ അംബാസഡർ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് അത് തുടങ്ങി വെക്കുന്നത് സേനയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വളരെ കൃത്യമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സൈബർ ഇടവും ഓപ്പറേഷൻ നടക്കട്ടെ. അങ്ങനെ കൃത്യമായി തൊപ്പി ഗ്യാങ്ങുകളെല്ലാം അവരുടെ സൈബർ അക്കൗണ്ടുകളെല്ലാം അറസ്റ്റ് ചെയ്തും ഫിൽട്ടർ ചെയ്തും റെസ്ട്രിക്റ്റ് ചെയ്തും കൺട്രോൾ ചെയ്തും യുവതലമുറയെ രക്ഷിക്കാൻ ഉള്ള ഒരു ഇടമാക്കി ഈ ഗവൺമെൻറ് മാറുന്നു എന്നുള്ളത് മനോഹരമാണ്, സുന്ദരമാണ്. ആ കാഴ്ച വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല ഈ ഗവൺമെൻറ്റിനെ സ്ത്രീകൾ ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്. തൻ്റെ മക്കൾ, കുഞ്ഞുങ്ങൾ, ചെറുമക്കൾ, കുട്ടികൾ, വീട്ടിലുള്ള പിള്ളേരൊക്കെ ചെന്നുപെടുന്ന ഈ ലഹരിയിലും
അതുപോലെ സൈബർ കേസുകളിലും സൈബർ കുറ്റങ്ങളിലുമൊക്കെ ചെന്ന് വിടുന്നുണ്ട്. അതിൽ നിന്നുള്ള മോചനം നേടുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. അമ്മമാരുടെ കയ്യടി, മനസ്സ് നിറഞ്ഞ സന്തോഷം അവർ വീട്ടിൽ എല്ലാവരും നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഡി ജി പിയോ എ ഡി ജി പിയോ ഒന്നും ഇവിടെ പോയി കണ്ടെന്ന് അഭിനന്ദിക്കത്തില്ലായിരിക്കും. പക്ഷേ എല്ലാവരുടെ ഉള്ളിൽ നിന്നുമുള്ള ഒരു കയ്യടി വന്നിട്ടുണ്ട്, ഒരു ഹൃദയത്തിൽ നിന്നുള്ളൊരു ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ ഭരണം വന്നതിന് ശേഷം വലിയ മാറ്റമാണ് ലഹരിയുടെ മേഖലയിൽ, അതുപോലെ സ്ത്രീകൾ പീഡനത്തിൻ്റെ മേഖലയിൽ, ഇപ്പോഴിതാ സൈബർ ഇടത്തെ കുറ്റവാളികളെ പിടിക്കുന്ന കാര്യത്തിലും വളരെ വലിയ മുന്നോട്ടാണ് പോകുന്നത്. തൊപ്പി ഗ്യാങ്ങുകൾ ജാഗ്രത, നിങ്ങൾ ഈ പണി മതിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു രൂപത്തിലേക്ക് മാറണം. റീൽസ് ഇട്ട് കാശ് കിട്ടുന്നതിന് വേണ്ടി മാത്രം എന്തും പറയാം, എന്തും ചെയ്യാം, ഒരു തലമുറയെ നശിപ്പിക്കാമെന്ന് കരുതരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ജാഗ്രത, അല്ലെങ്കിൽ കുടുങ്ങും എന്നുള്ളതിൻ്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു.